ഇതിൻ്റെ ആക്ച്വലി ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് നമ്മുടെ ഞങ്ങളുടെ എല്ലാ റിഫൈനറികളിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫർണസുകൾ അങ്ങനെയുള്ള? ഇല്ല അത് ഹീറ്റ് എക്സ്ചേഞ്ചർ, കോളം, റിയാക്ഷൻ വെസൽസ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ? റിഫൈനറിക്ക്, കൊച്ചിൻ റിഫൈനറിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ ട്രാവൻകൂർ കെമിക്കൽ എന്ന് പറഞ്ഞൊരു കൊച്ചിയിലൊരു കമ്പനിയുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. KML-ന് സപ്ലൈ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത്. അവർ മൂന്നും നിങ്ങളുടെ കസ്റ്റമേഴ്സാണ്? അതെ. ഇപ്പം അവരുടെ വലിയ പണിയില്ല. കൊച്ചിൻ റിഫൈനറി റെഗുലറായിട്ട് വരും. പിന്നെ വേറെ ഇന്ത്യയിൽ തന്നെ വേറെ എവിടെ കൊടുക്കുന്നുണ്ട്? മറ്റുള്ള ഏറ്റവും മൂവിങ് എല്ലാ റിഫൈനറികളിലും EAL എന്നും പറഞ്ഞ് ഇന്ത്യക്ക് ഒരു റിഫൈനറിയുടെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നും പറഞ്ഞ്. ഈ റിഫൈനറിക്കെല്ലാം ഉള്ള ജോലികൾ അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ അപ്രൂവ്ഡ് ആയതുകൊണ്ട് അവിടുന്ന് അവർ ജോലി നമുക്ക് തരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റിഫൈനറീസ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര തന്നെ. ഇപ്പം ഗുജറാത്താണ്. ഗുജറാത്തിലും ഉണ്ട്. ഗുജറാത്തിനോട് വലിയ ദൂരമില്ലല്ലേ? ഒരു ദിവസം കൊണ്ട് എത്താവുന്ന ദൂരമല്ലോ. അതെ 8 മണിക്കൂർ. ഗുജറാത്തിനും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ബറോഡ റിഫൈനറി ഉണ്ട്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറി ഉണ്ട്. പിന്നെ ഇപ്പം പുതുതായിട്ട് പാനിപ്പട്ട്, ബാട്ടിൻഡ, പിന്നെ പാരദീപിൽ ഇപ്പം വലിയൊരു IOCL-ൻ്റെ ഫാക്ടറി വരുന്നുണ്ട്. അതിൻ്റെ ഓർഡറുണ്ട് ഇപ്പം. അതൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. മാംഗ്ലൂർ റിഫൈനറിയുടെ എക്വിപ്മെൻറ്റ് ഇപ്പം പോർട്ടിൽ നിന്ന് ഷിപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പോയി മാംഗ്ലൂർ. ഇത് കൂടാതെ ഇപ്പോൾ ഇതുപോലെ സ്ഥാപനം വേറെ എവിടെയൊക്കെ ഉള്ളത്? ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലൊരു സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആയിരിക്കും. കാരണം ഷിപ്പിൽ സാധനം പോകണം. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഐറ്റം. അതിന് പറ്റിയ പോർട്ടാണോ അവിടെ? അതെ. അത് നമ്മുടെ കൊച്ചിയിലും കേരളത്തിൻ്റെ കരയിലും ചെയ്യാം. അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവിടുത്തെ അറിയാമല്ലോ, പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് വളരെ കോസ്റ്റ്ലിയാണ് അവിടെ. കുടുംബത്തെ കുറിച്ച് ചോദിച്ചില്ല. ഫാമിലി 3 മക്കളാണ്. 2 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ മദ്രാസിൽ കല്യാണം കഴിച്ചു. അവർക്കും ഇതേ ബിസിനസ് തന്നെയാണ്. അതെ. അതെ. ഈസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. പിന്നെ മിസ്സസ് ഹൗസ് വൈഫാണ്. പേര് ശാന്തമ്മ എന്നാണ് പേര്. ഇവിടെ മക്കള് ഇപ്പൊ ഫുള്ളി ഇൻവോൾവാണോ ഈ ബിസിനസ്? അവരാണ് ഇത് നടത്തുന്നത് ഇപ്പം. അതാണ് പാർട്ട് ടൈം. അതെ. മൂത്താൾ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? അതേപോലെ സഞ്ജയ് ഫിലിപ്പ് എന്ന് പറയും. ഇളയാൾ അജയ് ഫിലിപ്പ്. അവർ രണ്ടുപേരുമാണ് ഡയറക്ടേഴ്സ്. വൈഫും ഡയറക്ടർ. മൂത്താൾ എഞ്ചിനീയർ, മറ്റേയാൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ് പ്ലസ്. മക്കളുടെ ഭാര്യമാരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്? ഇല്ല, അവരെല്ലാം ഹൗസ് വൈഫാണ്. എല്ലാവരും ജോലിക്കാരായിരുന്നു. പക്ഷേ മക്കൾ വളരെ ബിസി ആയിരുന്നുകൊണ്ട് ഹൗസ് ഫ്രണ്ട് നോക്കാനായിട്ട് ജോലിക്ക് വേണ്ടി പോകാൻ പറ്റത്തില്ല അവർക്ക്. ഇവിടെ ഫിലിപ്പേട്ടൻ ശരിക്കും പറഞ്ഞ മഹാരാഷ്ട്രയിൽ വരുന്ന ഏത് വർഷമായിരിക്കും? ഞാൻ 69. അതെ. ശരിക്കും പറഞ്ഞാൽ 50 വർഷത്തിന് മുകളിലായി. അത് അന്ന് ആക്ച്വലി ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു ശരിക്കും? അന്ന് എൻ്റെ മൂത്ത പ്രദേശമൊക്കെ മഹാരാഷ്ട്രയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരാൾ മൂത്ത ബ്രദർ അമർനാഥ് ഓർഡിനൻസ് ഫാക്ടറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 10 വരെ നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മധ്യപ്രദേശിലാണ് എൻ്റെ ഡിപ്ലോമ ചെയ്തത്. നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. അതെ. ഫിലിപ്പേട്ടനാകുമ്പോൾ കേരളം തൊട്ട് കന്യാകുമാരി വരെ യാത്ര ചെയ്ത പരിചയസമ്പന്നമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണ് നമ്മുടെ ഇന്ത്യയിൽ? അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം തന്നെയാണ് ഏറ്റവും മനോഹരം. അതുപോലെ കാശ്മീരും വളരെ മനോഹരമാണ്. അത് വ്യത്യസ്തമായ ഒരു ഇതാണ്. ഇത് വെള്ളവും കുന്നും മലയും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലായിട്ട് വളരെ ഉയരാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഏത് സാധനവും ഉണ്ടാക്കിയാൽ അത് മേടിക്കാൻ ആഗ്രഹമുള്ളൊരു കേരളീയരാണ്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു ഇന്ത്യയിലുണ്ടാക്കുന്ന കൺസ്യൂമർ ഗുഡ്സിൽ ഒരു 20% കേരളത്തിൽ വിറ്റഴിക്കും. ഇന്നൊരു ഫാക്ടറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 TV ഉണ്ടാക്കുന്ന ഫാക്ടറി, 2 ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഫാക്ടറി, അതൊക്കെ അവിടെ ആകാം. കാരണം അത്രയ്ക്ക് സാധനങ്ങൾ അവിടെ വിറ്റഴിച്ച് പോകുന്നുണ്ട്. അത് അവിടെ ഉണ്ടാകാം. അതുണ്ടാക്കാൻ അറിയാവുന്ന ബ്രെയിൻ ഉള്ളവരും ഉണ്ട്.
പൈസ ഉള്ളവരും ഉണ്ട്. പക്ഷെ എന്തോ അത് നടക്കാനായിട്ടുള്ളൊരു പ്രയാസം. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതെന്താ അങ്ങനെ വരുന്നത്? പിന്നെ നമ്മൾ ഇത്ര എല്ലാവരും പറയുന്നുണ്ട് നമ്മളാണ് ഏറ്റവും മിടുക്കന്മാർ, പക്ഷെ എന്നിട്ടും പിന്നെ എവിടെയൊക്കെ നമുക്ക് അല്ലേ അത് സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ കുറവുണ്ടല്ലോ. അതെ അതെ, ഗവൺമെൻറ് ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കൊക്കക്കോലയുടെ പേരിൽ എന്തോ പ്രശ്നമുണ്ട്. കൊക്കക്കോലയുടെ പേരിൽ കൊക്കക്കോല മാലിന്യം ചെയ്യുന്നതേ ഉള്ളൂ അവിടെ, അല്ലാതെ മാലിന്യമൊന്നുമില്ല. കൊക്കക്കോല കൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. കൊക്കക്കോല കൊണ്ട് എന്താ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ രണ്ടുകൂടി മലയാളികളെ കുറ്റം പറയണല്ല, നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുമ്പോഴേ പല കാര്യങ്ങളും ആദ്യം വരുമ്പോൾ ഒരു വേണ്ടെന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മുടെ നാട്ടിലല്ലേ ചില ഗവൺമെൻറ്റുകൾ. അവിടെ എന്ത് വന്നാലും വേണ്ടെന്നുള്ള വേണ്ടെന്ന്. അവിടെ അങ്ങനെ പലതൊന്നൊന്നുമില്ല. നല്ലതേതാ അഴുക്കാന്ന് തിരിച്ചറിവ് കുറവായതുകൊണ്ടാണ്. അത് മനസ്സിലായല്ലോ. അത് പൊളിറ്റിക്കലി ഒത്തിരി ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും. അതുകൊണ്ട് മനുഷ്യരെ അജിറ്റേറ്റ് ചെയ്യും. അത് വന്നാലേ ഇപ്പം പറഞ്ഞില്ലേ ന്യൂക്ലിയർ പവർ കൂടംകുളത്തുണ്ടായി. പണ്ട് ഇടുക്കിയിൽ ന്യൂക്ലിയർ പവർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട. ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് കൊണ്ട് തമിഴ്നാട്ടുകാർ വിളിച്ചില്ലേ. അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും. അപ്പം ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതിലെ ലൈൻ പോലും വലിക്കാൻ സമ്മതിക്കില്ല. കേരളത്തിൽ കൂടെ കൂടംകുളത്തു നിന്ന് വരുന്ന പവറിൻ്റെ ലൈൻ വലിക്കാൻ അനുവദിക്കത്തില്ല. റബ്ബർ പോവും, തെങ്ങ് പോകുമെന്നും പറഞ്ഞ് അതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഇലക്ട്രിസിറ്റി ഇല്ല, എന്താ ഈ ബിസിനസ് നടക്കുന്നത്? ഒരു കായംകുളം ഒരു ഇതുള്ള അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഹൈഡ്രൽ പവർ സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും പോരാല്ലോ. ഈ എഞ്ചിനീയറിങ് കമ്പനികൾ വലിയ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഇതെങ്ങനെ? മഹാരാഷ്ട്രയിലെ പക്ഷെ ബോംബെ സംബന്ധിച്ച് ഇപ്പം ഷോർട്ടേജാണ് ഇലക്ട്രിസിറ്റിയുടെ. മഹാരാഷ്ട്രയും ഒത്തിരി അങ്ങനെ കേരളം പോലെ ആയിക്കൊണ്ടിരിക്കുക. അല്ല, അത് എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യവസായം ഇവിടെ വളർന്നു കഴിഞ്ഞു അല്ലേ? ഇല്ലില്ല, ഇവിടുന്ന് ഒത്തിരി വ്യവസായങ്ങൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞു. എന്താ കാരണം? അതിന് ലോക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട് ഇവിടെ. എന്താ പ്രോബ്ലം? ലോക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരു മഹാരാഷ്ട്രൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു അതുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആൾക്കാർ ഒത്തിരി പലരെ വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പൊളിറ്റിക്കൽ ഇതുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇന്ത്യ മൊത്തമാകെ സഞ്ചരിച്ച ഒരു വ്യക്തിയെന്നല്ല ഞാൻ ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ വ്യവസായത്തിന് പറ്റിയ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെറ്റർ സ്റ്റേറ്റ് ഏതാണ്? നല്ല രീതിയിൽ വ്യവസായത്തിന് എല്ലാ സ്റ്റേറ്റും നല്ല രീതിയിൽ ഏറ്റവും നല്ല കേരളമാണ്. അല്ല, ഏറ്റവും നല്ല രീതി പക്ഷേ വ്യവസായം ചെയ്താലല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് വെളിയിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാനും പോർട്ടും വാട്ടർ ഫ്രണ്ടും ഒക്കെ വളരെ ഉള്ള വേറൊരു സ്റ്റേറ്റ് ഇല്ല കേരളം പോലെ. ഈ ജപ്പാനിലും മറ്റും ഞാൻ അവിടെയൊക്കെ സഞ്ചരിച്ചുള്ളതെന്ന് പറയാണ്. വെളിനാട്ടിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ എക്കണോമിക്കിൻ്റെ ഏറ്റവും വലിയ ഇത് റൈൻ റിവർ എന്ന് പറയുന്ന ഒരു റിവറാണ്. റൈൻ റിവർ. ആ റിവറിൽ കൂടാണ് ഷിപ്പും കാര്യങ്ങളും അവരുടെ വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ ആ നദി കൂടാണ് നടക്കുന്നത്.